ഇത് ആൻറ്റിബയോട്ടിക്സ് യൂസേജിനെ പറ്റിയിട്ടുള്ള, അതായത് പൊതുവേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടാബ്ലറ്റ് ഫോമിലുണ്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഫോമിലുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എപ്പോഴാണ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ഹയർ ആൻറ്റിബയോട്ടിക്സ്, അതായത് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്സ് തന്നെ ഹയർ ആൻറ്റിബയോട്ടിക് ആണോ അതോ ചെറിയ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ആണോ, ഇതൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്, ആർക്കാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. സോ ആദ്യം നമ്മളിപ്പം ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് പേഷ്യൻ്റ് ഇപ്പം സിക്കാണ്, പേഷ്യൻ്റ് ഫീവറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ശ്വാസകോശ രോഗങ്ങൾ അല്ലാതെ തന്നെ പേഷ്യൻ്റ് എന്ത് അസുഖമാണെങ്കിലും ആ പേഷ്യൻറ്റിൻ്റെ സിക്നസ്സും ഇതൊക്കെ അനുസരിച്ച് നമ്മളങ്ങനെ ഉടനെ ഒരു ആൻറ്റിബയോട്ടിക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറില്ല. കാരണം ചില പേഷ്യൻസ് ഉണ്ട്, ചില പേഷ്യൻസ് നമ്മളോട് ഇങ്ങോട്ട് പറയും അത് ഇനിയിപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ മാറുള്ളൂ. ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചില പോസ്റ്ററൊക്കെ